നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും എഴുന്നേറ്റ് വരാനുള്ള നാഴിക വരുന്നു. ഇതിങ്ങനെ ആശ്ചര്യപ്പെടണ്ട. അവന്റെ ശബ്ദം പണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തെയും ഉണ്ടാക്കിയ ശബ്ദമാണ് അവന്റേത്. ഈ ആകാശം വെറുതെ ഉണ്ടായതല്ല, അവൻ പറഞ്ഞു, അതുണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു, അതുണ്ടായി. സമുദ്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെള്ളം പിരിഞ്ഞു, സമുദ്രം ഉണ്ടായി. ആമേൻ. സൂര്യൻ ഉണ്ടാകട്ടെ ഒരു വാക്ക് പറഞ്ഞു, അതുണ്ടായി. മനുഷ്യനെ തന്റെ വാക്ക് പറഞ്ഞല്ലുണ്ടാക്കിയത് കൈകൊണ്ടുണ്ടാക്കി മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെങ്കിൽ ഈ ജീവൻ അവനിൽ നിന്ന് പോയാൽ ഒരിക്കൽ കൂടെ എന്നൊരു ഊത്തൂതിയാൽ സകലത്തെയും ഉണ്ടാക്കാൻ അധികാരമുള്ളവൻ, ആരും അതിശയിക്കുന്ന കല്ലറയുള്ള എല്ലാവരും അവന് ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരാനുള്ള നാഴിക വരുന്നു. ഭയങ്കര സംഭവം വരുന്നു. പ്ലസ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 1:18. ഞാൻ മരിച്ചവനായിരുന്നു. ഇവൻ അവസാനം വിളിച്ചു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ ഇതാ ഞാൻ മരിച്ചവനായി തീർന്നു. ഫോർ എ ഷോർട്ട് സീസൺ, ഒരു സ്വല്പ സമയത്തേക്ക് ഞാൻ മരിച്ചവനായി തീർന്നു. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അല്പസമയത്തേക്ക് ഞാൻ മരിച്ചു, പക്ഷെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ബാക്കി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലും വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് എന്ന് പറഞ്ഞാൽ ഏത് കല്ലറയും തുറക്കാനുള്ള താക്കോൽ അവിടുത്തെ കയ്യിലുണ്ടെന്ന്. എല്ലാ ആത്മാക്കളും പോയി താമസിക്കുന്ന പാതാളം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആളെ കുഴിച്ചിടുന്ന കല്ലറ, അത് ശരീരം. എന്നാൽ ആത്മാക്കൾ പോയി താമസിക്കുന്ന ഒരിടമുണ്ട്, പാതാളം. അതിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ടെന്ന്, അവന് മനസ്സുള്ളപ്പോൾ അതിനെ തുറക്കുമെന്ന്, അതിന്റെ ആധിപത്യം അവന്റെ കയ്യിലാണെന്ന്. കേക്കൂ, മരണം ദൈവത്തിന്റെ ചരക്കല്ല. മരണം ദൈവം ഉണ്ടാക്കിയതല്ല. ഒരാളെയും മരിക്കാൻ ദൈവം സൃഷ്ടിച്ചില്ല, എന്നേക്കും ജീവിക്കാനാണ് സൃഷ്ടിച്ചത്. എന്നാൽ മരണം കയറി വന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, ഹീബ്രൂസ് 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി യേശുവിനെ കുറിച്ച് പറയുക. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണത്തിന്റെ അധികാരി പിശാചായിരുന്നു എന്ന് പറഞ്ഞാൽ പിശാച് കൊണ്ടുവന്ന ചരക്കാണ് മരണം. എന്നും ജീവിക്കാനുണ്ടാക്കിയവനെ കൊല്ലാൻ സമ്പ്രദായം ഉണ്ടാക്കിയത് പിശാചാണ്. അവൻ കൊണ്ടുവന്ന ചരക്കാണ് മരണം. അവന്റെ അധീനതയിലിരുന്നു. ഇത് നിമിത്തം മനുഷ്യനെ പേടിപ്പിച്ചു. ഇന്നും മനുഷ്യനെ പേടിപ്പിക്കും. ദൈവത്തെ സേവിക്കാൻ പോയാൽ നിന്നെ കൊന്നുകളയും, നിന്നെ മുടിച്ചു കളയും, അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും. എന്തെല്ലാം പേടിപ്പിച്ചാണെന്നറിയാമോ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്? അവന്റെ ചരക്കും അങ്ങേ അറ്റത്തെ ചരക്ക് മരണം. വേറെ ഒന്നും ചെലവാകാതെ വരുമ്പോ ബാക്കിയെല്ലാം ആദ്യം പറഞ്ഞ് പേടിപ്പിച്ചോ. കൊച്ചു കാര്യത്തിന് പേടിക്കുമെങ്കിൽ പിന്നെ വലിയ പെരുട്ട് വേണ്ടല്ലോ. ഇനി ഒരു പെരുട്ടിൽ നിൽക്കില്ലെങ്കിൽ അവസാനം പറയുന്നതാണ് നിന്നെ കൊന്നുകളയും. അങ്ങനെ പറഞ്ഞാലും അങ്ങനെ പേടിപ്പിച്ചു നിർത്തി അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിടിച്ചു വാങ്ങിയിട്ട് പറയുകയാണ്, പിശാചേ, മേലാൽ മരണം നിന്റെ വകയല്ല. നിന്റെ കയ്യിൽ ചരക്കുണ്ട്, പക്ഷെ ആധിപത്യം നിന്റെ കയ്യിലല്ല. ആ താക്കോലും പിടിച്ചു വാങ്ങിച്ചുകൊണ്ടാണ് യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നത്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ ഇവിടെ വിളിച്ചു പറയാണ്, അവൻ മേഘാരൂഢനായി വരുന്നു. എല്ലാ കല്ലറയും അന്ന് തുറക്കും. അഖിലാണ്ടത്തിൽ ഇന്ന് വരെ മരിച്ച സകലരെയും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അവൻ തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കാര്യം കേട്ടാൽ ആലോചിക്കണ്ടേ? പാസ്സായി ഒരുത്തൻ കയറി ഒരു മെമ്പർ പാസ്സായി കയറി വരുമ്പോ, നിങ്ങളുടെ നാട്ടിൽ വരുമ്പോ നിങ്ങൾ പടക്കം പൊട്ടിച്ച് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ പടക്കമാണോ പൊട്ടിക്കുന്നത്? കോടി കോടി ഇടി മുഴക്കി ദൂതന്മാരുടെ അകമ്പടിയോട് ഒരുവൻ രാജ്യത്തെ മേറ്റുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ആരവാരങ്ങൾ അറിയാമോ? ഏത് രംഗം അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. പകൽ ഉറങ്ങുന്നവൻ രാത്രി ഉറങ്ങുന്നവൻ പുറത്തിറങ്ങി നോക്കും. പകൽ വീടിനകത്തിരിക്കുന്നവനും പുറത്തിറങ്ങി നോക്കും. നോക്കുമ്പോൾ ഒരുത്തൻ ആകാശം കീറി താഴേക്കിറങ്ങി വരുന്നു. അടുത്തടുത്ത് വരുമ്പോൾ ഇത് കേട്ട് പരിചയമുള്ളവൻ കൈകളിൽ അവന്റെ ആണിപ്പാടുകൾ കാണൂ, കാലുകളിൽ അവന്റെ ആണിപ്പാടുകൾ കാണൂ, തലയിൽ അവന്റെ മുറിവുകൾ കാണൂ. ഇത് വേറൊരുവരുണ്ടോ ഈ സ്ഥിതി? അഖിലാണ്ടത്തിൽ വേറൊരുത്തൻ ഈ രണ്ട് കൈകളിലും ആടിയേറ്റവരവിടെ, രണ്ട് കാലുകളിലും ആടിയേറ്റവരവിടെ, വിലാവ് കുത്തിത്തറന്നവനായി അഖിലാണ്ടത്തിൽ വേറൊരുവരവിടെ. ഒരേ ഒരുവൻ, അവന്റെ പേര് യേശു ക്രിസ്തു. ആകാശം പിളർന്ന് ഇറങ്ങി വരുന്ന ദിവസം
ബാക്കി ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഭയങ്കര നിലവിളി ഭൂമി. യേശു പറഞ്ഞു ഭയങ്കര നിലവിളി. എന്താ നിലവിളിക്കാൻ കാര്യമെന്നറിയോ? രാത്രി നിങ്ങൾ തനിയെ പുറത്തോട്ടിറങ്ങുന്ന ഇരുട്ടത്ത് ആരെങ്കിലും ഒരു വെരുട്ട് വരുത്തിയാൽ നിങ്ങൾ വാവിട്ടല്ലോ, നിങ്ങൾ എന്നെ എടുക്കാനാന്നേലും. യേശുവിനെ ഭയങ്കര സ്നേഹിച്ച് കാത്തിരിക്കുന്നവർ യേശുവിനെ കാണുമ്പോ വാവിട്ട് കറിയോ? അയ്യോ, നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടമായിരിക്കും. വലിയ സ്നേഹമുള്ളവരെ കുറേയേറെ കാലം കഴിഞ്ഞ് കാണുമ്പോ ചിലപ്പോ രണ്ടു തുള്ളി കണ്ണീര് വിട്ടിയേക്കും. ആ സ്നേഹത്തിന്റെ കൂടുതലുള്ളൂ. പക്ഷേ നിങ്ങൾ വാവിട്ട് കറിയത്തില്ലല്ലോ, അല്ലായിരുന്നു വിങ്ങി പൊട്ടിയേക്കും. ഇത്രയല്ലേ ഉള്ളൂ. ഇതോ ഭയങ്കര നിലവിളിയാണ്. ഭൂമി മുഴുവൻ നിലവിളി. എന്താ നിലവിളി എന്നറിയാമോ? അയ്യോ, ഇവൻ വരുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചത് മുഴുവൻ കള്ളമാണെന്ന്, പ്രസംഗം ഒരു തട്ടിപ്പാണെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ ധരിച്ചത്. അയ്യോ, ഇവർ പ്രസംഗിച്ച അവൻ ഇറങ്ങി വരുന്നു, കൈകൾ തുളയ്ക്കപ്പെട്ടവൻ ഇറങ്ങി വരുന്നു, ക്രൂശിക്കപ്പെട്ടവൻ ഇറങ്ങി വരുന്നു. പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അവനെ എതിരേൽക്കാൻ ആവർത്തിച്ച് നാട്ടിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു തമാശയാണെന്ന്, ഇതവരുടെ വയറ്റിപ്പറപ്പാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇറങ്ങി വരുന്നു. തന്നെയോ? ഇറങ്ങി വരുമ്പോ ഒരു പേരവന് 19-16 വാക്യം വെറുതെ ഇറങ്ങി വരുന്ന മാത്രമല്ല, ആളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഭയങ്കര പേരുണ്ടവന്. 19-16 വെളിപ്പാട്. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇങ്ങനെ ഇറങ്ങി വരികയാണ്, വേഗം വരികയാണ്. ആളുകൾ നോക്കി നിൽക്കുകയാണ്. അടുത്തടുത്ത് വരുമ്പോ ഒരു പേരെഴുതിയിരിക്കുന്നു. രാജാതിരാജാവ്, കർത്താതി കർത്താവ്. നെറ്റിയിലുണ്ട്, ഉടുപ്പിന്റെ മേലുണ്ട്. ആളാരെന്ന് ഐഡന്റിഫൈ എന്ന പേര്. രാജാതി രാജാവ് വരുന്നു എന്ന് കേട്ടപ്പോ ഈ രാജാവിനെ എതിരേൽക്കാൻ തയ്യാറില്ലാതെ ഈ രാജാവിനെ വേണ്ടാന്നും പറഞ്ഞു നടന്നതല്ലേ? അല്ലേ? എതിരേക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സുവിശേഷം പറഞ്ഞ കൂടോ തന്റെ പാട്ടിന് എന്നല്ല പറഞ്ഞത്. ഇനി അത് പറഞ്ഞില്ലെങ്കിലും, വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് അന്തരംഗത്തിൽ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടാന്ന്? സുവിശേഷം അംഗീകരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം യു റിജക്റ്റഡ് ഇറ്റ്. Either you accepted it or you rejected it. നിങ്ങൾ റിജക്ട് ചെയ്താൽ അപ്പൊ അവന്റെ രാജ്യത്ത് താമസിക്കാൻ പറ്റില്ലല്ലോ, സംഗതി എതിരാവുമല്ലോ. അതുകൊണ്ടപ്പോ പേടിച്ചു വാവിട്ട് നിലവിളി. അഖിലാണ്ടം മുഴുവൻ നിലവിളിയുടെ ഒരു ദിവസമായിരിക്കും. ഭയങ്കര നിലവിളി. ഓക്കെ, ഇതവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരവനെ കാണും. ഭൂമിയുടെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അടുത്തത് റൈറ്റ്. ആമേൻ. ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയുകയാണ് അങ്ങനെ തന്നെ. മൂന്നാമതേം പറയുകയാണ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാലേ മുഴു അഖിലാണ്ടത്തിനും മാറ്റാൻ കഴിയാത്ത ഒരു ഭയങ്കര ദൈവിക നിർണയം. യേശു വീണ്ടും വരുന്നു. ലോകം ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്താലൊന്നും ഒരു പ്രയോജനമില്ല. അവനിഞ്ഞിറങ്ങി വരും. എന്നെ സമരം സംഘടിപ്പിച്ചാലും അവനിഞ്ഞിറങ്ങി വരും. ഏത് സർക്കാർ ചെറുത്താലും അവൻ ഇറങ്ങി വരും. അവനെ തടയാൻ കഴിയുന്ന ഒരുവനും ഉണ്ടാവില്ല. ലോകത്തിനെ മാറ്റാൻ കഴിയാത്ത യാഥാർത്ഥ്യം യേശു തിരിച്ചു വരും. ഇത് കുറെ പേര് അംഗീകരിച്ചില്ല എന്നും പറഞ്ഞ് സത്യം മാറില്ല. ഇതിനാളുകൾ തയ്യാറായില്ലെന്നും പറഞ്ഞ് സത്യം മാറില്ല. നിലനിൽക്കുന്ന നിത്യസത്യം യേശു തിരിച്ചു വരും.